നമസ്കാരം. ജീവിതത്തിൽ പഠിച്ച ചെറിയ പാഠങ്ങളെന്ന പരമ്പരയിലെ മറ്റൊരു ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിലെ പാഠങ്ങൾ ഓരോ സംഭവത്തിൽ നിന്നാവണമെന്നില്ല. എൻ്റെ പെരുമാറ്റങ്ങൾ സ്വയം തുടർച്ചയായി ശ്രദ്ധിക്കുന്നതിലൂടെയാണ് ഞാൻ പലതും മനസ്സിലാക്കുന്നത്. സ്വയം മനസ്സിലാക്കൽ ഒരു ജീവിതകാലം മുഴുവൻ നീളുന്ന യാത്രയാണ്. നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് നാം തിരിച്ചറിയുന്ന ഒന്നാണ് വേദന. വേദന ആരും ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ വേദന അനുഭവിക്കാത്ത ഒരാളുമില്ല. ചില വേദനകൾ ചെറുതാണ്, ഒരു കൊതുക് കടി പോലെ. ചിലത് ഗുരുതരമാണ്, ഒരു ആഴമേറിയ മുറിവ് പോലെ. ചെറുതായ വേദനകൾ സ്വാഭാവികമായി ഭേദമാകും, പക്ഷേ ഗുരുതരമായവയ്ക്ക് ചികിത്സ കിട്ടിയാൽ മാത്രമേ പൂർവ്വസ്ഥിതി പ്രാപിക്കൂ. നമ്മുടെ ഉള്ളിലെ വ്യക്തിയും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ആന്തരിക വേദന ഒരു യാഥാർത്ഥ്യമാണ്. ഒരു വാക്ക്, ഒരു നിരാകരണം, ഒരു നിരാശ, അതൊക്കെ ചെറുതായ വേദനകളാവാം. ദുരനുഭവങ്ങൾ, പരാജയങ്ങൾ, അവ ആഴമേറിയ മുറിവുകൾ ഉണ്ടാക്കാം. മനസ്സിനും ഒരു പരിധി വരെ സ്വയം സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട്. പക്ഷെ വലിയ മാനസിക വ്യഥകൾ നീണ്ടു നിന്ന് ജീവിതത്തെ മാറ്റിമറിക്കാം. അത് സുഖപ്പെടുത്താൻ മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരാം. എന്നാൽ ഓരോ ദിവസവും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇന്ന് പിന്നോട്ട് നോക്കുമ്പോൾ എനിക്ക് ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ അസ്വസ്ഥനായിരുന്നു, പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിൽ ഞാൻ ആശങ്കപ്പെട്ടിരുന്നു. എൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് പറയാൻ എനിക്ക് നാണമായിരുന്നു. ഞാൻ ആഴത്തിൽ അനുഭവിച്ചിരുന്ന പല കാര്യങ്ങളും എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പല നാളുകൾ സ്വയം നിരീക്ഷിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ശേഷമാണ് അവ ഓരോന്നും ഞാൻ പെതിയെ ചേർത്ത് വെക്കാൻ തുടങ്ങിയത്. അവ തമ്മിലുള്ള ബന്ധം ഞാൻ കണ്ടു തുടങ്ങിയത്. കാര്യങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഞാൻ തുടങ്ങിയത് പെട്ടെന്നുണ്ടായ ഒരു ചിന്തയുടെ ഫലമായിരുന്നില്ല, സാവധാനം വന്ന തിരിച്ചറിവുകളിലൂടെയാണ്. അത് സ്വാഭാവികമായി സംഭവിച്ചതുമല്ല. ഞാൻ മനഃപൂർവ്വം അതിനായി തീരുമാനിക്കേണ്ടി വന്നു. എൻ്റെ ആത്മവിശ്വാസക്കുറവ്, മറ്റുള്ളവർ എന്നെ എങ്ങനെ കാണുന്നുവെന്ന ആശങ്ക, എൻ്റെ ദേഷ്യം, അക്ഷമ, അസഹിഷ്ണുത, ഇതെല്ലാം എൻ്റെ ഉള്ളിലെ വ്യക്തിയുടെ മുറിവുകളുടെ ബാഹ്യപ്രകടനം മാത്രമായിരുന്നു. ഇതെൻ്റെ സ്വഭാവമാണ് എന്ന് വിളിക്കുന്ന ശീലങ്ങൾ, പ്രതികരണങ്ങൾ, ഇവയ്ക്കെല്ലാം എനിക്ക് അറിഞ്ഞുകൂടാത്ത മൂലകാരണങ്ങളുണ്ടായിരുന്നു. നമ്മുടെ സംസ്കാരത്തിൽ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ അറിയാതെ തന്നെ പരിശീലിക്കുന്ന ചിലതുണ്ട്. മുതിർന്നവർ പറയുന്നത് അനുസരിക്കുക, മറ്റുള്ളവർ ചെയ്യുന്നത് പിന്തുടരുക, വ്യത്യസ്തമായി ചിന്തിക്കാതിരിക്കുക, പ്രശ്നങ്ങളെ മൂടി വെക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ ഉള്ളിലെ മുറിവുകളെ അവഗണിച്ച് ജീവിതവുമായി മുന്നോട്ട് പോകുന്നു. ഞാനും ഏറെക്കാലം അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ എന്നെ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ സ്വയം സമയമെടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എനിക്ക് പതിവിലധികം ദേഷ്യം വന്നപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് എന്നെ ഇത്ര ദേഷ്യപ്പെടുത്തിയത് എന്ന് ഞാൻ ആരാഞ്ഞു. ആരെങ്കിലും പറഞ്ഞൊരു തമാശ എന്നെ വേദനിപ്പിച്ചപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് അത് ലളിതമായി എടുക്കാൻ പറ്റാത്തത് എന്ന് ഞാൻ ചോദിച്ചു. മറ്റൊരാളുടെ അഭിപ്രായം എന്നെ അലട്ടുമ്പോൾ അവരുടെ അഭിപ്രായത്തിന് എൻ്റെ മേൽ ഇത്ര സ്വാധീനം എന്തുകൊണ്ട് എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ പെതിയെ ഞാൻ എന്നെ തന്നെ കുറേശ്ശെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായി മാറി. മറ്റു ചിലരിലും ആഴമേറിയ മാറ്റങ്ങൾ കാലക്രമേണ വരുത്തിയതിൻ്റെ ഉദാഹരണം നാം കേട്ടിട്ടുണ്ട്. മഹാത്മാഗാന്ധി ലജ്ജാശീലമുള്ള ഒരു അഭിഭാഷകനിൽ നിന്ന് ആന്തരിക പരിവർത്തനങ്ങളിലൂടെ ലോകത്തെ സ്വാധീനിച്ച ഒരു ധാർമ്മിക ശക്തിയായി. മദ്രാസിലെ മോനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അദ്ദേഹം റെനി ജോർജ് ജയിലിലെ ജീവിതത്തിൽ നിന്ന് സുവിശേഷകനും സാമൂഹ്യ പ്രവർത്തകനുമായി മാറി ജീവിക്കുന്നുണ്ട്. കെ അജിത നക്സൽ പ്രസ്ഥാനത്തിൽ നിന്ന് മാറി സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയായി ജീവിക്കുന്നു. ഇവരെല്ലാം വളരെ നാളുകൊണ്ടാണ് മാറിയത്. അങ്ങനെ എത്രയോ പേരുടെ കഥകൾ. അവർക്കത് സാധിച്ചാൽ നമ്മളെപ്പോലുള്ള ഓരോ സാധാരണ മനുഷ്യർക്കും ചെറിയൊരു മാറ്റം സാധ്യമാണ്. പക്ഷേ ഒരു അപകടമുണ്ട്. നാം നമ്മെ തന്നെ നോക്കുമ്പോൾ വസ്തുനിഷ്ഠത ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്വയം വെള്ളപൂശും. മറ്റുള്ളവർ നമ്മളോട് ചെയ്തത് ഓർമ്മിപ്പിക്കും, നാം അവരോട് ചെയ്തത് മറന്നുപോകും. നമ്മെ വേദനിപ്പിച്ച വാക്കുകൾ ഓർമ്മിപ്പിക്കും, നാം പറഞ്ഞ വാക്കുകൾ ന്യായീകരിക്കും. അതിനാൽ ആത്മപരിശോധനയ്ക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം ആവശ്യമാണ്. പുറത്തുനിന്നുള്ള ഒരു വിമർശകൻ നമ്മെ നോക്കുന്നത് പോലെ നമ്മെ തന്നെ നോക്കണം. പലരുടെയും അനുഭവങ്ങൾ എനിക്ക് വഴികാട്ടിയായിട്ടുണ്ട്. ഓപ്ര വിൻഫ്രിയും ഡോക്ടർ ബ്രൂസ് പെറിയും ചേർന്ന് എഴുതിയ വാട്ട് ഹാപ്പൻ ടു യു എന്ന പുസ്തകം അതിലൊന്നാണ്. എനിക്ക് എന്താണ് തെറ്റ് എന്ന ചോദ്യത്തിന് പകരം എനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യമാണ് അവർ അനുഭവത്തിൽ നിന്ന് നിർദ്ദേശിക്കുന്നത്.
ഈ ചോദ്യം കഴിഞ്ഞ കാലത്തെ കുറ്റപ്പെടുത്താനുള്ള ഒരു വഴിയല്ല, പക്ഷേ നമ്മെ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും. സ്വയം മനസ്സിലാക്കൽ മാറ്റത്തിന് വഴിയൊരുക്കും. എൻ്റെ ഒറ്റയടിക്കുണ്ടായ ഒരു മാറ്റമായിരുന്നില്ല, ഇന്നും അത് തുടരുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ ഇപ്പോൾ ഒരു വ്യത്യാസമുണ്ട്. പഴയ പ്രതികരണം എന്നെ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് ഞാൻ നിർത്തും, ചിന്തിക്കും, ചിലപ്പോൾ വഴിമാറും. വീണ്ടും ശരീരത്തിൻ്റെ ഉദാഹരണം ഉപയോഗിക്കട്ടെ. എൻ്റെ ശരീരം അനുഭവിക്കുന്ന ചൂട്, വിശപ്പ്, തളർച്ച, വേദന എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നെ കൊണ്ടൊക്കുന്ന ഒരു പ്രതിവിധി തേടുകയും ചെയ്യും. ശരിയല്ലേ? എങ്കിൽ എൻ്റെ ഉള്ളിലെ വ്യക്തിയെയും അതുപോലെ ശ്രദ്ധിക്കേണ്ടതല്ലേ? എന്താണ് എന്നെ ദേഷ്യപ്പെടുത്തുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ആകുലപ്പെടുന്നത്? അംഗീകാരത്തിന് വേണ്ടി ഞാൻ എന്തുകൊണ്ട് പാടുപെടുന്നു? ഞാൻ എന്തിനെയാണ് ഭയപ്പെടുന്നത്? സത്യസന്ധമായി ചോദിച്ചാൽ ഒരു പക്ഷേ നമുക്ക് തന്നെ ചില ഉത്തരങ്ങളും കണ്ടെത്താനാകും. മറ്റുള്ളവരെ നിരീക്ഷിക്കാൻ നാം സമയം ചെലവഴിക്കാറില്ലേ? ആത്മപരിശോധന നമ്മുടെ ഉള്ളിലെ വ്യക്തിയെ നിരീക്ഷിക്കാനുള്ളതായ ഒരു കണ്ണാടിയാണ്. ആത്മപരിശോധന ആത്മവിമർശനമല്ല. ആത്മവിമർശനം നമ്മെ തന്നെ താഴേക്ക് വലിച്ചിടും. സത്യസന്ധമായ ആത്മപരിശോധന നമ്മെ വളരാൻ സഹായിക്കും. എൻ്റെ ബാല്യകാലത്തിലെ ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് എനിക്ക് കൂടുതൽ സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയും. അതുകൊണ്ട് മുറിവുകൾ എല്ലാം മാറിയെന്നല്ല, സുഖപ്പെടൽ ഇന്നും തുടരുന്ന ഒരു യാത്രയാണ്. നിരീക്ഷിക്കുക, ചോദിക്കുക, ചിന്തിക്കുക, മനസ്സിലാക്കുക, തിരുത്തുക, വളരുക. ഈ ചക്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ഈ പ്രക്രിയ, മറ്റുള്ളവർ അത് അറിയേണ്ടതുമില്ല. പക്ഷേ അതിൻ്റെ ഫലം മറ്റുള്ളവർ ശ്രദ്ധിക്കും. ഞാൻ ആരാണ്, ഞാൻ ആരായി മാറാൻ ആഗ്രഹിക്കുന്നു, ഇവയെ സത്യസന്ധമായി കണ്ടെത്തുന്ന ഒരു യാത്രയിലാണ് ഞാൻ. ഈ ചിന്ത ആർക്കുമുള്ള ഉപദേശമല്ല. ഓരോരുത്തരും സ്വന്തം പാത കണ്ടെത്തണം. ശ്രമിച്ചു നോക്കൂ. നന്ദി.